നന്ദി പറഞ്ഞുകൊണ്ട് എന്തും നേടാം. ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ദ യൂണിവേഴ്സൽ ലോ. ഉള്ളതിന് നന്ദി പറഞ്ഞ് ഇല്ലാത്തതും നമുക്ക് നേടിയെടുക്കാം. എപ്പോഴെങ്കിലും നമുക്കുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ലായ്മയുടെ പട്ടിക നിരത്തിക്കഴിഞ്ഞ് ആരും നമുക്കുള്ളതിൻ്റെ പട്ടിക നിരത്താറില്ല. നമുക്കുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. എന്താണ് പ്രപഞ്ചത്തിൻ്റെ കൃതജ്ഞതാ നിയമം? കൃതജ്ഞതയുള്ളവരാകുക, അല്ലെങ്കിൽ നന്ദിയുള്ളവരാകുക, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. നമ്മുടെ എല്ലാവരുടെയും പരാജയം എന്താണെന്നറിയുമോ? നമ്മുടെ കയ്യിൽ ഇന്നേ വരെ നേടിയെടുക്കാനാവാത്ത, കിട്ടിയിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവരുടെയും ചിന്ത. അതിൽ നമ്മൾ ഇല്ലായ്മയാണ് ആകർഷിക്കുന്നത്. അത് സ്നേഹമായാലും പദവിയായാലും പണമായാലും. നിങ്ങൾക്ക് ഇല്ലായ്മയെ ആകർഷിക്കാനേ ഇത് ഉപകരിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഉള്ളതിൻ്റെ ലിസ്റ്റ് ഒന്ന് കണ്ടെത്തി നോക്കൂ. ദുഃഖവും സുഖവും നമുക്കുണ്ടാകുന്നത് നമുക്ക് ഉള്ളതിൽ തൃപ്തിയില്ലാത്തതും തൃപ്തിയാവുന്നതുമനുസരിച്ചാണ്. സ്വയം പഴിച്ച് ജീവിക്കുന്നത് നിർത്തിയിട്ട് കൂടുതൽ നേടിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം അതാണ് നന്ദിയുള്ളവരായിരിക്കുക എന്നത്. എനിക്കുള്ളത് എല്ലാം എണ്ണി എണ്ണി ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് ജീവിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉറപ്പായും വ്യത്യാസം കാണാൻ സാധിക്കും. നന്ദി പറഞ്ഞ് ജീവിതത്തിൽ നേടാൻ പറ്റാത്തത് ഒന്നുമില്ല. നന്ദി പറഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉള്ളതിൽ കൂടുതൽ സന്തോഷിക്കാനും കൂടുതൽ നേടിയെടുക്കാനും അത് നമ്മളെ സഹായിക്കും എന്നതാണ്. നന്ദിയുള്ളവരായിരിക്കുക എപ്പോഴും. പ്രപഞ്ചശക്തിക്ക് നന്ദി. സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ നോക്കൂ. നമുക്ക് എഴുന്നേറ്റ് നടക്കുവാനുള്ള കഴിവുണ്ട്. എത്രയോ ആളുകൾ ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആവാതെ ജീവിക്കുന്നവരുണ്ട്. എനിക്ക് കാണാൻ കണ്ണിന് കാഴ്ചശക്തിയുണ്ടോ എങ്കിൽ അതിന് നന്ദി പറയണം. എത്രയോ ആളുകൾ ഈ അത്ഭുതകരമായ പ്രപഞ്ചഭംഗി കാണാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. അതുപോലെ കേൾവിശക്തി, ബുദ്ധി, അങ്ങനെ എന്തെല്ലാം അവയവങ്ങൾ നമുക്ക് ശരീരത്തിനകത്തും പുറത്തുമായുണ്ട്. ഈ കാര്യങ്ങളെല്ലാമുള്ള ഞാൻ ഇതിലെല്ലാം സമ്പന്നനാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കടന്ന് ചിന്തിക്കാം. സ്വന്തക്കാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, ഇവരൊക്കെ നമുക്കുണ്ട്. എങ്കിൽ നമ്മളെല്ലാം അതിനെല്ലാം നന്ദി പറയണം. ശ്വസിക്കാൻ വായു, കുടിക്കാൻ ജലം, കഴിക്കാൻ ആഹാരം, ഇതിനെല്ലാം നന്ദി പറഞ്ഞ് ജീവിക്കുക. അങ്ങനെ നിങ്ങൾക്കുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുക. ഉള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇല്ലാത്തവയും നമുക്ക് നേടാൻ പരിശീലിക്കാം. പ്രപഞ്ചശക്തിക്ക് നന്ദി. ഇന്നത്തെ ദിവസം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നതോർത്ത് നന്ദി. സൂര്യന് നന്ദി. സൂര്യൻ്റെ കിരണങ്ങൾക്ക് നന്ദി. ചന്ദ്രന് നന്ദി. ചന്ദ്രൻ്റെ നിലാവിന് നന്ദി. ഇന്നത്തെ ഈ ദിവസത്തിന് നന്ദി. എൻ്റെ ചിന്തകൾക്ക് നന്ദി. മണ്ണിന് നന്ദി. മരങ്ങൾക്ക് നന്ദി. മലകൾക്ക് നന്ദി. നദികൾക്ക് നന്ദി. മൃഗങ്ങൾക്ക് നന്ദി. കടലിന് നന്ദി. ജീവജാലങ്ങൾക്ക് നന്ദി. സുഖകരമായ കാറ്റുകൾക്ക് നന്ദി. പ്രകൃതി സൗന്ദര്യത്തിന് നന്ദി. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള എൻ്റെ കഴിവിന് നന്ദി. എൻ്റെ ശരീരത്തിന് നന്ദി. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നന്ദി. പൂർണ്ണ ആരോഗ്യത്തിന് നന്ദി. എനിക്ക് നൽകുന്ന ആഹാരത്തിന് നന്ദി. അത് റെഡിയാക്കുന്ന കർഷകർക്ക് നന്ദി. ഈ ആഹാരം എന്നിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും നന്ദി. എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി. എൻ്റെ ജീവിത പങ്കാളിക്ക് നന്ദി. കൂടെ പിറന്നവർക്ക് നന്ദി. എൻ്റെ കുടുംബത്തിന് നന്ദി. എൻ്റെ വിദ്യയ്ക്കും ജ്ഞാനത്തിനും നന്ദി. എൻ്റെ സൗന്ദര്യത്തിന് നന്ദി. എൻ്റെ അറിവിന് നന്ദി. പ്രപഞ്ചശക്തിക്ക് നന്ദി. എല്ലാത്തിനും എല്ലാവരോടും നന്ദി.